ഞാൻ നിന്നോട് തുണി അഴിച്ച് കാണിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ, ഒരു ഫോട്ടോയല്ലേ ചോദിച്ചുള്ളൂ. തരാൻ പറ്റില്ല, വേണ്ട, വീട്ടേക്ക്. ആ വാട്സാപ്പ് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോഴും എൻ്റെ വിരലുകൾ കോപം കൊണ്ട് വിറച്ചിരുന്നു. കുറേ നാളുകളായി ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് നടന്ന എൻ്റെ പ്രണയിനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും എൻ്റെ ഉള്ളിൽ അരിശം കെട്ടടങ്ങിയിരുന്നില്ല. ടൈപ്പിംഗ് എന്ന് കാണിക്കുന്നതെന്നല്ലാതെ മറുപടിയൊന്നും വരാതായപ്പോൾ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത്. അല്പസമയത്തിന് ശേഷമുള്ള അവളുടെ മറുചോദ്യം എന്നിലെ സർവ്വക്ഷമയും പരീക്ഷിക്കും വിധത്തിലുള്ളതായിരുന്നു. എന്തിനാദ്യമായിട്ട് ഇപ്പോൾ ഫോട്ടോയുടെ ഒരു ആവശ്യം? നമ്മൾ വല്ലപ്പോഴേക്കും നേരിട്ട് കാണുന്നതല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാ ഫോട്ടോ എന്ന്. ആ മെസ്സേജ് കൈപ്പറ്റുമ്പോഴും എന്നിൽ ഉണർന്ന് അവൾക്ക് എന്നോട് എത്രത്തോളം വിശ്വാസമുണ്ടായിരിക്കുമെന്നുള്ള ചോദ്യമായിരുന്നു. ഫുൾ സ്പീഡിൽ കറങ്ങുന്ന സീലിംഗ് ഫാൻ്റെ അടിയിലിരിക്കുമ്പോഴും ഉള്ളിലെരിയുന്ന കോപക്കനലിന് ആളിച്ച കൂടുകയാണ് ഉണ്ടായത്. എൻ്റെ തലമണ്ടയാകെ പെരുത്തു കയറി. അവളുടെ ആ ചോദ്യത്തിനൊരു ഉത്തരം നൽകാനോ ഒരു മറുചോദ്യം കൊണ്ട് അവൾ ജയിക്കാനോ ഞാൻ മുതിർന്നില്ല. നെറ്റ് ഓഫാക്കി പോകുമ്പോഴും ഉള്ളിൽ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ അപ്പോഴും കിളിർത്തിയിരുന്നു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നെ പൂർണ്ണമായും അവൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവളിപ്പോൾ ഫോട്ടോ അയച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാനും കരുതിയത്. പഞ്ഞിമെത്തയിൽ പരതി കിടന്നിട്ടും ആ അർദ്ധരാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. വീണ്ടും ഞാൻ നെറ്റ് ഓൺ ചെയ്ത് വാട്സാപ്പിൽ അവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ആളിക്കത്തി എൻ്റെ ദേഷ്യം വീണ്ടും പുകഞ്ഞ് പൊന്താൻ തുടങ്ങി. ഒരു ഫോട്ടോയിലേക്ക് എന്തിരിക്കുന്നു ആദ്യമായിട്ടാ? നാളെ നേരിട്ട് കാണുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ കൈവശമുണ്ട്, അത് വേണമെങ്കിൽ തരാം എന്നവളുടെ മെസ്സേജ് കണ്ടപ്പോൾ ദേഷ്യവും സങ്കടവും വന്നത് ഒരുമിച്ചായിരുന്നു. പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അവൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സീൻ നോക്കിയപ്പോൾ പോയിട്ട് ഏകദേശം 4 മിനിറ്റോളമായി. നാളെ കാലത്ത് എണീക്കുമ്പോൾ അവൾക്കുള്ള നാരങ്ങാ മിഠായി എന്നോണം നല്ല പച്ച മലയാള മാതൃഭാഷയിൽ 4 ഡയലോഗും ഒപ്പം എന്നെ വിശ്വാസത്തിൽ നിന്ന് നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നും ടൈപ്പ് ചെയ്തിട്ടും ആ കട്ടക്കലിപ്പ് ഉള്ളിൽ അങ്ങനെ തന്നെ കെട്ടിക്കിടന്നു. അപ്പോഴുള്ളിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. നാളെ ആ മെസ്സേജ് കണ്ടിട്ടെങ്കിലും അവൾ പേരിനെങ്കിലും ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന്. പിറ്റേന്ന് എണീറ്റപ്പോൾ തന്നെ ഫോൺ തപ്പിയെടുത്ത് അവളുടെ വാട്സാപ്പ് തുറന്നു നോക്കി. മെസ്സേജ് സീൻ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു മറുപടിയോ ഫോട്ടോയോ ഒന്നും തന്നെ അവൾ അയച്ചിരുന്നില്ല. ഞാൻ മനസ്സിലോർത്തു, അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂല്ലേ അവൾക്ക് എന്നോടുള്ള പ്രേമം? എല്ലാം വെറൊരു നാടകമായിരുന്നു. വാശി എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് മെസ്സേജൊന്നും തന്നെ അയച്ചില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക എന്നൊരു ശീലമായി. അപ്പോഴും അവൾക്ക് എന്നോടുള്ള വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന ചോദ്യം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ബന്ധം 2 വീട്ടിലും സമ്മതമായിരുന്നിട്ടും അവളുടെ പഠിപ്പ് തീർന്നിട്ട് വിവാഹമാവാ എന്ന് വീട്ടുകാരുമായി ഉടമ്പടിയിലെത്തുമ്പോഴും ഇനിയുള്ള 2 വർഷം കൊതി തീരെ പ്രണയിക്കാമല്ലോ എന്നായിരുന്നു മനസ്സിൽ. എന്നിട്ടും ഈ ഒരു നിസ്സാര കാര്യത്തിന് പോലും അവൾ പിടിവാശി കാണിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവസാനിപ്പിക്കാനാണ് എനിക്ക് തോന്നിയത്. അന്നത്തെ ദിവസം അവൾ ഓൺലൈനിൽ കാണാതിരുന്നപ്പോൾ മനസ്സിൽ എന്തോ ഒരു വിങ്ങലായിരുന്നു. മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്ന പോലൊരു ഫീലിംഗ്. വാശി എൻ്റെ കൂടെ പിറപ്പായതുകൊണ്ട് തന്നെ ഒരു വിഷിംഗ് മെസ്സേജ് പോലും ഞാൻ അവൾക്ക് അയച്ചില്ല. എങ്കിലും ഇടയ്ക്കിടെ അവളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. പിറ്റേ ദിവസം ഇത് തുടർന്നപ്പോൾ എൻ്റെ ഉള്ളിലെ ആത്മാഭിമാനം ഉണരുകയായിരുന്നു. ഉള്ളിലെ ദേഷ്യവും സങ്കടവും അവളോടുള്ള എൻ്റെ പകയാക്കി മാറ്റി. എന്നെ വേണ്ടാത്തവൾ എനിക്കും വേണ്ട എന്ന ലൈനിലായി കാര്യങ്ങൾ. ഇനി വാട്സാപ്പ് തുറന്നാലും അവൾ എനിക്ക് മെസ്സേജ് അയച്ചാലും മെയിലിൽ റീപ്ലൈ പോലും കൊടുക്കരുതെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. 2 ദിവസത്തിന് ശേഷം എൻ്റെ വാട്സാപ്പ് തുരുതുരാ മണിനാഥം മുഴക്കി. തുറന്നു നോക്കിയപ്പോൾ അവളുടെ മെസ്സേജ് കൊണ്ട് എൻ്റെ പ്രൊഫൈൽ കുത്തി നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഫോൺ കേടായിട്ട് നന്നാക്കാൻ കൊടുത്തതായിരുന്നു അത്രേ. അവളുടെ മുടന്ന ന്യായത്തിന് ഞാൻ മറുപടി കൊടുത്തില്ല. ഒപ്പാടിയിൽ പാരഗ്രാഫ് കണക്കിന് എഴുതിയിട്ട് അക്ഷരങ്ങളിലൂടെ ഒന്ന് വിരലോടിച്ചു എന്നല്ലാതെ ഒന്ന് വായിച്ചുകൂടെ നോക്കിയിരുന്നില്ല ഞാൻ. 1000 സ്റ്റോറികൾക്കിടയിൽ അവളുടെ വിവിധ പോസിലുള്ള ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നിട്ടും ഞാനത് തൊട്ടുപോലും നോക്കിയില്ല. എൻ്റെ ഒരു ദുസ്വഭാവമാണത്. അതവൾക്ക് നന്നായി അറിയാവുന്നതുമാണ്. ആവശ്യ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് വൈഡൂര്യക്കല്ലാണെങ്കിൽ പോലും അത് വെറുമൊരു പാഴ്വസ്തു മാത്രമാണ് എനിക്ക്. കഴിഞ്ഞ 4 ദിവസം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിന് എനിക്ക് മധുര പ്രതികാരം എന്നോണം പിന്നീട് അമ്പലത്തിൽ വെച്ച് അവളെ കാണാറുള്ളപ്പോഴൊക്കെ ഞാൻ മുഖം തിരിച്ച് നടക്കുകയാണ് ചെയ്യാറ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി 320ഓളം മെസ്സേജ് അവൾ അയച്ചു. ഞാനതിനൊരു മറുപടി പോലും അയച്ചിരുന്നില്ല. എൻ്റെ ഉള്ളിലെ കോപവും സമ്മർദ്ദവും സംഘർഷങ്ങളും അതിലുപരി വാശിയുമെല്ലാം അപ്പോഴേക്കും ശമിച്ചിരുന്നു. മതി, ഇത്രയും മതി, ഇതുതന്നെ കുറച്ച് കൂടുതലായി പോയി എന്ന് വിചാരിച്ച് അവൾക്കുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിനിടയിലാണ് മനസ്സിലൊരാശയം പൊട്ടിമുളച്ച്. ഒന്നവളെ പരീക്ഷിച്ച് കളയാം, അവൾക്ക് എന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് നോക്കിക്കളയാം. ടൈപ്പിംഗ് ക്ലിയർ ചെയ്ത് ഞാൻ നേരെ വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു. എന്നിട്ട് അവൾക്ക് മാത്രം കാണാൻ പാകത്തിന് ആഡ് ചെയ്തു. നീ അയച്ച ഫോട്ടോസ് എല്ലാം എനിക്ക് കിട്ടി, ബോധിച്ചു. അതൊന്നും തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ അത് തെളിയിച്ച് കാണിക്കുക. എങ്ങനെയാണെന്നോ? നീ നേരത്തെ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ നിൻ്റെ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലേ? ഈ 4 ദിവസത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും വെറുത്ത് ആ കടലാസ് കഷ്ണത്തെയാണ്. അത് നീ എൻ്റെ മുമ്പിൽ വെച്ചൊന്ന് കത്തിച്ച് കാണിക്കണം. ഇതെൻ്റെ ഒരു വാശിയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. കാലത്ത് ഞാൻ അമ്പലപ്പറ്റ തന്നെ ഉണ്ടാവും. പ്രതീക്ഷിച്ച പോലെ അവൾ എനിക്ക് മുമ്പേ അവിടെ ഹാജരായിരുന്നു. അവളുടെ വിഷാദഭാവം പൂണ്ട മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. അവളുടെ തുളുമ്പാൻ വിതുമ്പുന്ന ഉണ്ടക്കണ്ണുകൾ കണ്ടപ്പോൾ വാട്സാപ്പിൽ കുത്തി നോവിക്കുമ്പോൾ കിട്ടിയ സുഖമായിരുന്നില്ല എനിക്ക് തോന്നിയത്.
എങ്കിലും പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് ലാമ്പെടുത്ത് ഞാൻ അവൾക്ക് നേരെ നീട്ടി. വിറകൈകളാലെ അവളത് ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞിരുന്നു. കയ്യിലിരുന്ന് അവളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിലേക്ക് അവൾ തീ കൊടുത്താൽ മുതിരുമ്പോഴേക്കും അവളുടെ പള്ളാത്തിക്കണ്ണ് നിറഞ്ഞ് തുളുമ്പാൻ തുടങ്ങി. അത് കത്തിക്കും മുമ്പേ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ആ ലൈറ്റർ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഞാൻ അവളോട് ചോദിച്ചു, അമ്മു, നിനക്കെന്നെ വിശ്വാസമല്ലേ? ആ തിരുനടയിൽ വെച്ച് അവൾ എന്നെ വാരിപ്പുണർന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിരുന്നു. വിശ്വാസമില്ലായിട്ടല്ല ഏട്ടാ, ഏട്ടനെ ഒന്ന് വാശിയേറ്റാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്ത്. അന്ന് ഫോട്ടോ തിരഞ്ഞ് നോക്കുന്നതിനിടയിൽ ഫോണിൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അതുകൊണ്ട് ഏട്ട ഇങ്ങനെയൊക്കെ സംഭവിച്ച്. സത്യമായിട്ട് എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഏട്ട. അവളത് പറഞ്ഞു തീർന്നപ്പോൾ നെഞ്ചിനകത്തൊരു പരപരപ്പ് അനുഭവപ്പെട്ടു. മനസ്സിൽ ഞാൻ എനിക്ക് കരുതിയുറപ്പിച്ച നായകസ്ഥാനം പാടെ വെന്ത് വെണ്ണീറായ പോലെ തോന്നി. ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ കഥയിലെ വില്ലനായി മാറി. എല്ലാത്തിൻ്റെയും കാരണം എൻ്റെ ഈ വാശിയും കടുംപിടുത്തവുമാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. അധിക നേരമൊന്നും വേണ്ടി വന്നില്ല എനിക്ക്. ഈ വില്ലൻ്റെ വാശിക്ക് മുമ്പിൽ തോറ്റെന്നവളുടെ കയ്യിലിരുന്ന ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചുക്കിച്ചുളിച്ച് ഞാൻ ദൂരേക്ക് എറിഞ്ഞു. ഈ പ്രതിനായകനെ പ്രണയിച്ച പ്രണയിനിയോട് എനിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഇനി എനിക്ക് അവളുടെ ഫോട്ടോയുടെ ആവശ്യമില്ലെന്ന്. കാരണം എൻ്റെ ഹൃദയത്തിൽ ഞാൻ അപ്പോഴേക്കും പതിപ്പിച്ച് കഴിഞ്ഞിരുന്നു എൻ്റെ ഉണ്ടക്കണ്ണിയുടെ ചിത്രത്തിൻ്റെ ഒരു നെഗറ്റീവ് കോപ്പി. കണ്ണടച്ചുള്ളിലേക്ക് നോക്കിയാൽ കഴുകിയെടുത്ത് കാണാവുന്ന പാകത്തിലൊരു സുന്ദരി കോപ്പി.